Students, welcome back to my class. So today we were going to discuss about the regulation of gene action. Okay, so how the gene action is regulated. Okay, or what do you mean by gene regulation? അതാണ് നമ്മൾ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ജീൻ റെഗുലേഷൻ അല്ലെങ്കിൽ ജനറ്റിക് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺട്രോൾഡ് എക്സ്പ്രഷൻ ഓഫ് ജീൻസ് ഇൻ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സിഗ്നൽസ്. എക്സ്റ്റേണൽ സ്റ്റിമുലസോ നമ്മൾ ബോഡിയുടെ ഉള്ളിലുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ സിഗ്നൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിഗ്നൽസ് പുറത്തുനിന്നുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് ജീൻസിൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ജീൻ റെഗുലേഷൻ അല്ലെങ്കിൽ ജനറ്റിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ജീനിലാണ് എന്തുള്ളത്, കോഡഡ് ഇൻഫർമേഷൻ ഉള്ളത് അല്ലേ. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഉള്ളത്, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ആ ഇൻഫർമേഷനിലൂടെയാണ് എൻസൈംസിൻ്റെ സിന്തസിസും പ്രോട്ടീൻ സിന്തസിസും ഒക്കെ നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം മോസ്റ്റ് ജീൻസ് ഡു നോട്ട് ഓപ്പറേറ്റ് ഓൾ ദ ടൈം ടു പ്രൊഡ്യൂസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എൻസൈംസ് ആൻഡ് അതർ പ്രോട്ടീൻസ്. അവർ ചില സമയത്ത് എല്ലാ ജീൻസും എന്ത് ചെയ്യില്ല, എപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. അവരെന്തായിരിക്കും, അവരുടെ പ്രൊഡക്ട്സ് എപ്പോഴാണോ ജീനിന് ഒരു സെല്ലിന് ആവശ്യമുള്ളത്, അവരിന്ന് എപ്പോഴാണോ എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീനൊക്കെ ഉണ്ടാവേണ്ടത്, ആ ആവശ്യമുള്ള സമയത്ത് മാത്രം അവരെന്താവും ആക്റ്റീവ് ആയിരിക്കും. അല്ലാത്ത സമയത്ത് അവരെന്താവും സ്വിച്ച്ഡ് ഓഫ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഒരു ലിവിങ് സെൽ വിൽ നെവർ ഗെറ്റ് ഫ്ലഡഡ് വിത്ത് ദ അൺനെസസറി ഓർ നോൺ എസെൻഷ്യൽ പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, ആ ലിവിങ് സെല്ലിൽ എപ്പോഴും ആ ജീൻ്റെ പ്രൊഡക്റ്റ് കാരണം അങ്ങനെ അൺനെസറി ആയിട്ടുള്ള പ്രൊഡക്റ്റോട് ഇങ്ങനെ അറിഞ്ഞ് നിൽക്കില്ല. ആവശ്യമുള്ളപ്പോൾ നോൺ എസെൻഷ്യൽ പ്രോട്ടീൻസ് നിൽക്കില്ല. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ജീനിൻ്റെ പ്രൊഡക്റ്റിനെ, അപ്പോഴായിരിക്കും ആ ജീൻ എന്താവുക, ആക്റ്റീവ് ആവുക. ഓക്കെ, സ്റ്റിൽ സം ജീൻസ് ആർ ഓൾവേസ് ആക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട് സിൻസ് ദെയർ പ്രൊഡക്ട്സ് ആർ നീഡ് ഓൾ ടൈംസ്. പക്ഷേ ചില ജീനിൻ്റെ പ്രൊഡക്ട്സ് എപ്പോഴും സെല്ലിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ജീൻസ് എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും, ദിസ് റിസൾട്ട്സ് ഇൻ ദ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് റിക്വയർഡ് മോളിക്യൂൾസ്. കണ്ടിന്യൂസ് അതായത് റിക്വയർഡ് മോളിക്യൂൾസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യേണ്ട കുറേ മോളിക്യൂൾസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ റൈബോസോമൽ കമ്പോണൻസ്, ടിആർഎൻഎ, ആർഎൻഎ പോളിമറൈസ്, ഗ്ലൈക്കോളിറ്റിക് എൻസൈംസ് എക്സെട്ര. അതൊക്കെ അതിൻ്റെയൊക്കെ ജീൻസ് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ജീൻസ് ആണ്. ഹൂസ് പ്രൊഡക്ട്സ് ആർ നീഡഡ് ഓൾ ദ ടൈം ആർ കോൾഡ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻസ് ഓർ ഹൗസ് കീപ്പിംഗ് ജീൻസ്. അപ്പോൾ ഏത് ജീൻസ് ആണോ അവരുടെ പ്രൊഡക്ട്സ് എപ്പോഴും ആവശ്യമുള്ളത് സെല്ലിന്, അങ്ങനത്തെ ജീൻസിനാണ് അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവ് ആകുന്ന ജീൻസിനെയാണ് ഹൗസ് കീപ്പിംഗ് ജീൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻസ് എന്ന് പറയുന്നത്. ആൻഡ് അവർ കൺട്രോൾഡ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും. പക്ഷേ സം അതർ ജീൻ പ്രൊഡക്ട്സ് ആർ നോട്ട് റിക്വയർഡ് ഓൾവേസ് ബട്ട് ആർ റിക്വയർഡ് ഓൺലി അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. സോ അണ്ടർ നോർമൽ കണ്ടീഷൻസ് ദീസ് സച്ച് ജീൻസ് മേ remain repressed അല്ലെങ്കിൽ turned off, and they get de-repressed on or turned on and become active only when a biological demand call for action. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ആവശ്യമില്ലാത്ത ജീൻസ് എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ ടേൺഡ് ഓഫ് ആയിട്ട് കിടക്കും. എപ്പോഴാണോ ഒരു ബയോളജിക്കൽ ഡിമാൻഡ് വരുന്നത്, അവർ ആക്ഷൻ ഒരു ആവശ്യമായിട്ട് വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ സെല്ലിന് എപ്പോഴാണോ അവർ പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരുന്നത്, ആ സമയത്ത് അവർ ആക്റ്റീവ് ആവും. ഓക്കെ, സച്ച് ജീൻസ് whose expression is periodically regulated or turned on and off are called regulated genes. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന ജീൻസാണ് ഹൗസ് കീപ്പിംഗ് ജീൻസ്. പക്ഷേ ഏത് ജീൻസാണോ ഏതിൻ്റെ എക്സ്പ്രഷനാണോ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, എപ്പോഴും ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ആക്കിയിരിക്കുന്നത്, അവരെ റെഗുലേറ്റഡ് ജീൻസ് എന്ന് പറയുന്നു. ഈ റെഗുലേറ്റഡ് ജീൻസ് ഹൂസ് എക്സ്പ്രഷൻ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഓർ സ്റ്റിമുലേറ്റഡ് ബൈ സ്പെസിഫിക് മോളിക്കുലർ സിഗ്നൽസ്, ഏജൻസ് ഓർ ഫാക്ടേഴ്സ് ആർ കോൾഡ് ഇൻഡ്യൂസിബിൾ ജീൻസ്. ഓക്കെ, ഇൻഡ്യൂസിബിൾ ജീൻസ് എന്ന് പറയാറുണ്ട്. ആൻഡ് പ്രോസസ് ഓഫ് ദർ ആക്ടിവേഷൻ ഈസ് കോൾഡ് ഇൻഡക്ഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ആ പ്രോസസ്സിനെ ആ ജീൻസിൻ്റെ ആക്ടിവേഷൻ്റെ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഡക്ഷൻ ഓഫ് ജനറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ. ഓൺ ദ അതർ ഹാൻഡ് ദ ജീൻസ് വിച്ച് ആർ ഇനാക്ടിവേറ്റഡ് ഓർ ഇൻഹിബിറ്റഡ് ബൈ സം സിഗ്നൽസ് ഓർ ഏജൻസ് ആർ കോൾഡ് റിപ്രസിബിൾ ജീൻസ്. പക്ഷേ ചില ജീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ചില പ്രോസസ്സ് വഴി ഇനാക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള എന്ത് പറയുക, റിപ്രസിബിൾ ജീൻസ് അല്ലെങ്കിൽ എന്ത് പറയുന്നു, റിപ്രസിബിൾ ജീൻസ് എന്ന് പറയുന്നു. ആൻഡ് പ്രോസസ് ഈസ് നോൺ ആസ് ജീൻ റിപ്രഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ദർ ആർ 2 മെയിൻ കൈൻഡ്സ് ഓഫ് ജീൻ റെഗുലേഷൻ കാണുന്നുണ്ട്. ജീൻ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസിബിൾ ജീൻ റെഗുലേഷൻ ഉണ്ട്, ആൻഡ് ജീൻ റിപ്രഷൻ ഓർ റിപ്രസിബിൾ ജീൻ റെഗുലേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇൻഡ്യൂസിബിൾ ജീൻ റെഗുലേഷൻ കാണുന്നുണ്ട്, റിപ്രസിബിൾ ജീൻ റെഗുലേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇൻഡക്ഷൻ ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആർ അക്കംപ്ലിഷ്ഡ് എസെൻഷ്യലി ബൈ ദ സെയിം മെക്കാനിസം. അപ്പോൾ ഡിഫറെൻറ്റ് ജീൻ പ്രൊഡക്ട്സ് ആർ സിന്തസൈസ്ഡ് ഇൻ എ സെൽ ഇൻ ഡിഫറെൻറ്റ് എമൗണ്ട്സ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. This means that expression of genes is very precisely regulated in accordance with the structural and functional properties and biological demands of cell. ഒരു സെല്ലിൻ്റെ ബയോളജിക്കൽ ഡിമാൻഡ്സിനനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, അവിടുത്തെ
ജീൻസിൻ്റെ എക്സ്പ്രഷൻ്റെ എന്താണ് റെഗുലേഷൻ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ 2 റെസ്പെക്ട്സ്. ഒന്ന്, ഇറ്റ് മെയിൻറ്റെയിൻസ് എ ബാലൻസ്ഡ് എമൗണ്ട് ഓഫ് ജീൻ പ്രൊഡക്ട്സ്. ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഒരു ബാലൻസ്ഡ് എമൗണ്ട്, ജീൻ പ്രൊഡക്ട്സിൻ്റെ ഒരു ബാലൻസ്ഡ് എമൗണ്ട് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ, ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് സം ജീൻ പ്രൊഡക്ട്സ് ടു ബ്രിങ് അബൌട്ട് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ്. It means it alters the rate of synthesis of some gene products to bring about structural and functional changes. സോ ഇൻ പ്രോകാരിയോട്സിലായാലും യൂക്കാരിയോട്സിലായാലും ഈ എക്സ്പ്രഷൻ ഓഫ് ജീൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ജീൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. However, the molecular mechanisms and the major manifestations or effects of gene regulation are different in both groups. രണ്ടിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ gene regulatory systems of prokaryotes have maximum economy and efficiency to maximize the rate of cell multiplication. And to some extent that this is true to unicellular eukaryotes also, such as unicellular fungi, algae and protists. അപ്പോൾ നമുക്ക് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ബാക്ടീരിയ നോക്കാം, അല്ലെങ്കിൽ പ്രോകാരിയോട്സിലുള്ള ജീൻ എക്സ്പ്രഷൻ നോക്കാം. ബാക്ടീരിയ, they regulate the expression of their genes in order to control the amount of their gene products and also to conserve their energy and resources. ബാക്ടീരിയയിൽ അവരുടെ എനർജി കൺസേർവ് ചെയ്യാൻ, അതായത് അവർക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ എനർജി കൺസേർവ് ചെയ്യാൻ, റിസോഴ്സസ് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു, അവർ സെല്ലിന് ആവശ്യമായുള്ള പ്രൊഡക്റ്റ് മാത്രം എന്ത് ചെയ്യുന്നു, those gene products that are necessary for cell are produced. സെല്ലിന് ആവശ്യമായുള്ള ജീൻ പ്രൊഡക്ട്സ് മാത്രം ഉണ്ടാക്കുന്നു, മെയിൻറ്റെയിനിങ് എ ഡൈനാമിക് ബാലൻസ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ദെയർ പ്രൊഡക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ദെയർ ഡീഗ്രഡേഷൻ. പ്രൊഡക്ഷനും ഡീഗ്രഡേഷനും തമ്മിലൊരു ബാലൻസ് നിലനിർത്തുന്നുണ്ട്. ആൻഡ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എനാബിൾസ് ദ ബാക്ടീരിയ ടു റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, പർട്ടിക്കുലർലി ടു ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അവർ എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതായത് ന്യൂട്രിയൻസിൻ്റെ പ്രസൻസോ ആബ്സെൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ദ റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ജീൻ പ്രൊഡക്ട്സ് കുഡ് ബി റെഗുലേറ്റഡ് ഇൻ 3 പോസിബിൾ വേസ്. 3 തരത്തിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ, ബൈ റെഗുലേറ്റിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ബൈ റെഗുലേറ്റിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ട്സിനെ റെഗുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ, ബൈ റെഗുലേറ്റിംഗ് ദ ടൈം ഓഫ് mRNA ടേൺ ഓവർ. മൂന്നാമത്തെ, ബൈ റെഗുലേറ്റിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ലേഷൻ്റെ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. ഓഫ് ദീസ്, ട്രാൻസ്ക്രിപ്ഷൻ കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആണ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ബാക്ടീരിയ നോക്കാം. അത് ഇൻട്രിൻസിക് ആവാം അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് കാണുന്നുണ്ട്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ആയുള്ള ഫാക്ടേഴ്സാണ് അവിടെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ, എക്സ്റ്റൻസിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇൻട്രിൻസിക് റെഗുലേഷനിൽ ഇറ്റ് ഇൻവോൾവ്സ് ദ കൺട്രോൾ ഓൺ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ സ്പെസിഫിക് ജീൻസ് ബൈ എ റിപ്രസർ പ്രോട്ടീൻ സ്പെസിഫൈഡ് ബൈ എ റെഗുലേറ്റർ ജീൻ. ഇൻട്രിൻസിക് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുക. ചില സ്പെസിഫിക് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ജീൻസ് അതിൻ്റെ mRNA ആയിട്ട് മാറുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുക. അവിടെ ആക്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് റിപ്രസർ പ്രോട്ടീൻ. ആൻഡ് അതിന് സ്പെസിഫൈ ചെയ്യുന്നത് റെഗുലേറ്റർ ജീനാണ്. ഓക്കെ, ആൻഡ് ദിസ് പ്രോട്ടീൻ ഡിസൈഡ്സ്, ആ റിപ്രസർ പ്രോട്ടീനാണ് എന്ത് ചെയ്യുക, ഡിസൈഡ്സ് ഹൗ സ്ട്രോങ്ലി ദ RNA പോളിമറേസ് ക്യാൻ ബൈൻഡ് വിത്ത് ദ പ്രൊമോട്ടർ ജീൻ. നമുക്കറിയാമല്ലോ, ട്രാൻസ്ക്രിപ്ഷനിൽ പ്രൊമോട്ടർ ജീനിൽ പോയിട്ട് RNA പോളിമറേസ് ബൈൻഡ് ചെയ്താൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ റിപ്രസർ പ്രോട്ടീനാണ് കൺട്രോൾ ചെയ്യുന്നത്. എത്ര സ്ട്രോങ്ലി വേണം ഈ RNA പോളിമറേസ് പോയിട്ട് പ്രൊമോട്ടർ ജീനായിട്ട് ബൈൻഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇൻ ടേൺ ഡിസൈഡ്സ് ഹൗ ഓഫൺ ട്രാൻസ്ക്രിപ്ഷൻ ക്യാൻ ഒക്കർ. ആൻഡ് ഓൾസോ ജീൻസ് വിത്ത് വീക്ക് പ്രൊമോട്ടേഴ്സ് ആർ യൂഷ്വലി ട്രാൻസ്ക്രൈബ്ഡ് അറ്റ് ലോ റേറ്റ്സ്. വീക്ക് പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ ലോ റേറ്റ്സിലെ ട്രാൻസ്ക്രൈബ് ചെയ്യുള്ളൂ. So they are the genes whose products are needed only in low amounts, and thus weak promoters minimize the expression of such genes. Weak promoters ആണ് എന്തുണ്ടാവുക, അവർ അങ്ങനത്തെ ജീൻസിൻ്റെ എക്സ്പ്രഷനെ മിനിമൈസ് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ്, ജീൻസ് വിത്ത് സ്ട്രോങ് പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഹൈ റേറ്റ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഓപ്പറോൺ കൺസെപ്റ്റ് എന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓപ്പറോൺ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ നോക്കാം. ദ ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ബാക്ടീരിയ ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഓപ്പറോൺ കൺസെപ്റ്റ്. ഓപ്പറോൺ കൺസെപ്റ്റാണ് ബെസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത്, ജീൻ എക്സ്പ്രഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് 1961 നോബൽ ലോറേറ്റ്സ് ആയിട്ടുള്ള ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജേക്കബ് മോണോഡാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണത്, ട്രാൻസ്ക്രിപ്ഷണൽ കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ബാക്ടീരിയ പറയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവർ സ്റ്റഡി ചെയ്ത് എസ്റ്റിഷ്യ ഈക്കോളയിലാണ്. ആ എസൻസ് എന്തെന്ന് പറഞ്ഞാൽ
It is a concept of the coordinate regulation of gene expression to bring about genetic transcription, to bring about the repression or de-repression of gene expression, or the inhibition and stimulation of enzyme production. Enzyme production അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ കൺസെപ്റ്റ് ഓഫ് ദ കോർഡിനേറ്റ് റെഗുലേഷൻ ഓഫ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ടു ബ്രിങ് അബൌട്ട് ദ റിപ്രഷൻ ഓർ ഡീ റിപ്രഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷനെ റിപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡീ റിപ്രസ് ചെയ്യുക. ഓക്കെ, അതിൽ 3 ബേസിക് അസംഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, ഇൻഡക്ഷൻ ആൻഡ് റിപ്രഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആർ അക്കംപ്ലിഷ്ഡ് എസെൻഷ്യലി ബൈ ദ സെയിം മെക്കാനിസം. ഇൻഡക്ഷൻ ആൻഡ് റിപ്രഷൻ രണ്ടും ആയാലും, ജീൻ എക്സ്പ്രഷൻ്റെ ഇൻഡക്ഷൻ ആയാലും റിപ്രഷൻ ആയാലും രണ്ടും ഒരേ മെക്കാനിസത്തിലൂടെയാണ് നടത്തുന്നത്. രണ്ടാമത്തെ, അറ്റ് എ ടൈം ഓൺലി ദ റിക്വയർഡ് എൻസൈംസ് ഓഫ് പ്രോട്ടീൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിക്വയർഡ് എമൗണ്ട്സ്. ഒരു സമയത്ത് റിക്വയർഡ് എൻസൈം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് എൻ എൻസൈം ഓഫ് പ്രോട്ടീൻ ഈസ് ഇൻഡ്യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ് ആൻഡ് ഇൻഹിബിറ്റഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. ഒരു എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീനെ അതിന് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നു, ആവശ്യമില്ലാത്തപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് അതിൽ കാർഡിനൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി പ്രസൻസ് ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ ഇതിലുണ്ടെങ്കിൽ, അവിടെ ഉണ്ടെങ്കിൽ, സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ, ആൻഡ് പ്രസൻസ് ഓഫ് സബ്സ്ട്രേറ്റ് ദാറ്റ് ഇൻഡ്യൂസസ് ഓർ ട്രിഗേഴ്സ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ എൻസൈം മോളിക്യൂൾസ്. സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക, എൻസൈം വേണ്ടത് അല്ലേ. എൻസൈം മോളിക്യൂൾസ് ആ സബ്സ്ട്രേറ്റിന് മുകളിൽ ആക്ട് ചെയ്യാനാണ് എൻസൈം വേണ്ടത്. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിലാണ് അത് ഇൻഡ്യൂസ് ചെയ്യുക enzyme production. Okay, so the substrates whose presence induces the enzyme production are known as inducers. അപ്പോൾ ഏത് സബ്സ്ട്രേറ്റ്സ് ആണോ എൻസൈം പ്രൊഡക്ഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്, എൻസൈം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജീനിൽ നിന്ന് എൻസൈം ഉണ്ടാവണം അല്ലേ. അപ്പോൾ എൻസൈം പ്രൊഡക്ഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് സബ്സ്ട്രേറ്റ്സ് ആണോ ആ സബ്സ്ട്രേറ്റ്സ് നമ്മൾ ഇൻഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. Most inducers are then metabolized by their own enzymes, but some are not and they are called gratuitous inducers എന്ന് പറയും. And the enzymes whose production is induced by the presence of substrates are known as inductive അല്ലെങ്കിൽ inducible enzymes. സബ്സ്ട്രേറ്റ്സിൻ്റെ പ്രസൻസ് കാരണം ഏത് എൻസൈംസിനെയാണോ, ഏത് എൻസൈമാണോ പ്രൊഡക്ഷനാണോ ഇൻഡ്യൂസ് ആവുന്നത് അതിനാണ് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻഡ്യൂസിബിൾ എൻസൈം എന്ന് പറയുന്നത്. ജനറ്റിക് സിസ്റ്റംസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ആർ കോൾഡ് ഇൻഡ്യൂസിബിൾ ജനറ്റിക് സിസ്റ്റംസ്. ഇനി ചില കേസുകളിൽ presence or addition of the end product of a synthetic pathway can repress the production of enzymes. അതായത് ഒരു സിന്തറ്റിക് പാത്വേയിലെ പ്രൊഡക്റ്റ് ഇങ്ങനെ കുറേ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇനി ആ പ്രൊഡക്റ്റ് ഉണ്ടാവേണ്ടെന്ന് സെല്ലിന് വേണ്ട, പ്രൊഡക്റ്റ് വേണ്ട, അപ്പോൾ പിന്നെ ആ എൻസൈമിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ആ എൻസൈം പ്രൊഡക്ഷനെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ എൻ പ്രൊഡക്റ്റാണ് അവിടെ ആക്ട് ചെയ്യുന്നത്, സിഗ്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എൻ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് പറയുന്നു, റിപ്രസിങ് മെറ്റബോളൈറ്റ്സ് അല്ലെങ്കിൽ കോർ റിപ്രസേഴ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ സം അമിനോ ആസിഡ്സ്, സം ഹിസ്റ്റഡിൻസ് ഒക്കെ എക്സാമ്പിളാണ്. amino acids such as histidine ഒക്കെ എക്സാമ്പിൾ ആണ്. ആൻഡ് enzymes whose production is repressed by co-repressors are known as repressible enzymes, and genetic systems which govern the production of these enzymes are called repressible genetic systems. ഓക്കെ, ഇനി എന്താണ് ഇൻഡ്യൂസിബിൾ ആൻഡ് റിപ്രസിബിൾ സിസ്റ്റംസ് ഓഫ് ജനറ്റിക് റെഗുലേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഓപ്പറോൺ കൺസെപ്റ്റ് ദർ ആർ 2 systems of genetic regulation in prokaryotes, namely inducible system and repressible system. ഓക്കെ, ഇൻഡ്യൂസിബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ആൻഡ് റിപ്രസിബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റെഗുലേഷനാണ് നടക്കുന്നത്. മറ്റേത് പോസിറ്റീവ് റെഗുലേഷൻ ആണെങ്കിൽ റിപ്രസിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ റിപ്രസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ് റെഗുലേഷൻ ആണല്ലേ. ഇൻഡ്യൂസിബിൾ സിസ്റ്റം ഓപ്പറേറ്റ്സ് വെൻ ദ സബ്സ്ട്രേറ്റ്സ് ആർ അവൈലബിൾ ആൻഡ് എൻസൈംസ് ആർ റിക്വയർഡ് ടു മെറ്റബിളൈസ് ദം. ഇൻഡ്യൂസിബിൾ സിസ്റ്റം എപ്പോഴാണ് വേണ്ടത്, ഇൻഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു എൻസൈം അവിടെ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്താണ് ഉണ്ടാവുക, എന്തിനാണ് എൻസൈം ഉണ്ടാക്കുന്നത്, എപ്പോഴാണോ സബ്സ്ട്രേറ്റ് അവൈലബിൾ ആവുന്നത്, ആ സബ്സ്ട്രേറ്റിനെ മെറ്റബോളൈസ് ചെയ്യാൻ എൻസൈം ആവശ്യമായി വരുമ്പോഴാണ് എന്തുണ്ടാവുക, ഈ ഇൻഡ്യൂസിബിൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് റിപ്രസിബിൾ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, സബ്സ്ട്രേറ്റ് അവൈലബിൾ അല്ല ആൻഡ് എൻസൈംസ് ആവശ്യമില്ല, അപ്പോൾ എന്ത് വേണം, ആ ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോഴാണ് ഈ റിപ്രസിബിൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റിപ്രസിബിൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെഗുലേറ്റർ പ്രോട്ടീൻ ഉണ്ട്, known as apo-repressor, and it is not capable of binding with the DNA all by itself, so it combines with another molecule called co-repressor and forms an apo-repressor co-repressor complex form ചെയ്യുന്നു. ഈ കോംപ്ലക്സ് represents the active repressor and it binds with the DNA and represses the genetic transcription. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ, ഒരു ഓപ്പറോണിൻ്റെ, ഇതാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഓപ്പറോണിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഒരു ജനറലൈസ്ഡ് ഓപ്പറോണിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഓപ്പറോൺ ഇസ് എ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ഓപ്പറോൺ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി അസോസിയേറ്റഡ് ആൻഡ് കോർഡിനേറ്റ്ലി റെഗുലേറ്റഡ് പ്രോകാരിയോട്ടിക് ജീൻസ് ആണ്, ഫംഗ്ഷനിങ് ടുഗദർ ആസ് എ സിംഗിൾ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ഇൻ ജീൻ എക്സ്പ്രഷൻ. സോ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി അസോസിയേറ്റഡ് ആൻഡ് കോർഡിനേറ്റ്ലി റെഗുലേറ്റഡ് പ്രോകാരിയോട്ടിക് ജീൻസ്.
അത് എന്താണ് കോർഡിനേറ്റലി റെഗുലേറ്റഡ് ആയ കുറച്ച് പ്രൊകാരിയോട്ടിക് ജീൻസ് ആണ്. അതിൻ്റെ ഫംഗ്ഷനിങ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് നടക്കുന്നത്, ഒരുമിച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സിംഗിൾ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇൻ ജീൻ എക്സ്പ്രഷൻ. ഓക്കെ, ഇറ്റ് ജീൻസ് ആക്ട് ഇൻ ക്ലോസ് കോർഡിനേഷൻ ആൻഡ് മ്യൂച്വൽ റെഗുലേഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ഓഫ് എ മെറ്റബോളിക് പാത്വേ. ഒരു മെറ്റബോളിക് പാത്വേയിൽ എൻസൈം ഉണ്ടാവണമെങ്കിൽ ഈ ജീൻസ് ഒക്കെ കൂടി എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ്ലി ആക്ട് ചെയ്യുന്നു, മ്യൂച്വലായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇൻ ജനറൽ ഒരു ഓപ്പറോണിൽ എന്തൊക്കെ ജീൻസ് ഉണ്ടാവുക എന്ന് പറയാം. 1 or more സ്ട്രക്ചറൽ ജീൻസ്, ഇതാണ് എസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ, ഇതാണ് സ്ട്രക്ചറൽ ജീൻ. 1 or more സ്ട്രക്ചറൽ ജീൻസ് കാണാം. ആൻഡ് ഓപ്പറേറ്റർ ജീൻ, ഇവിടെ അതിൻ്റെ അടുത്ത് സ്ട്രക്ചറൽ ജീൻ്റെ അടുത്തായിട്ട് ഓപ്പറേറ്റർ ജീൻ കാണാം. ഓക്കെ, റെഗുലേറ്റർ ജീൻ ആർ, റെഗുലേറ്റർ ജീൻ കാണുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ടർ ജീൻ കാണുന്നുണ്ട് പി. ഓക്കെ, സ്ട്രക്ചറൽ ജീൻസ് കോഡ് ഫോർ mRNA ആൻഡ് എൻസൈം. ഈ സ്ട്രക്ചറൽ ജീനാണ് എന്ത് ചെയ്യുന്നത്, mRNAനെയും എൻസൈമിനെയും കോഡ് ചെയ്യുന്നത്. കണ്ടോ, ട്രാൻസ്ക്രിപ്ഷൻ, സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രിപ്ഷൻ, mRNA ട്രാൻസ്ലേഷൻ, എൻസൈം. അപ്പോൾ സ്ട്രക്ചറൽ ജീനാണ് എന്ത് ചെയ്യുന്നത്, എൻസൈമിനെ അല്ലെങ്കിൽ mRNA കോഡ് ചെയ്യുന്നത്. Through transcription and translation, and if a few structural genes are present, they transcribe either separately and independently to form a few monocystonic mRNA or together to form a polycystonic mRNA. ഇനി ഓപ്പറേറ്റർ ജീൻ എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഇത് സെർവ് ആസ് ആൻ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. ഈ സ്ട്രക്ചറൽ ജീൻ്റെ ഒരു ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റർ ജീനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഓപ്പറേറ്റർ ജീൻ ഇവിടെ ഈ സ്ട്രക്ചറൽ ജീനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ പ്ലസ് ചിഹ്നം കണ്ടല്ലോ, ഈ ഓപ്പറേറ്റർ ജീൻ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു, അതിന് ഈ ഓപ്പറേറ്റർ ജീന് ഈ സ്ട്രക്ചറൽ ജീനെ ഇൻഹിബിറ്റ് ചെയ്യാന്ന്. അപ്പോൾ എന്താ, ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യണം ഓപ്പറേറ്റർ ജീൻ, സ്ട്രക്ചറൽ ജീനെ. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ ഫസ്റ്റ് സ്ട്രക്ചറൽ ജീൻ ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഓർ ആക്ടിവേറ്റ് സ്ട്രക്ചറൽ ജീൻ ഓൺലി വെൻ എ സ്പെസിഫിക് എൻസൈം ഈസ് നീഡഡ്. ഈ ഒരു സ്പെസിഫിക് എൻസൈം ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, ഈ ഓപ്പറേറ്റർ ജീൻ പോയിട്ട് സ്ട്രക്ചറൽ ജീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, എൻസൈം ആവശ്യമുണ്ടെങ്കിൽ ആ സ്ട്രക്ചറൽ ജീനെ പോയിട്ട് ഈ ഓപ്പറേറ്റർ ജീനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, ഇവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി അതിന് ആവശ്യമില്ലെങ്കിൽ, എൻസൈം ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും നോ ട്രാൻസ്ക്രിപ്ഷൻ, നോ എൻസൈം പ്രൊഡക്ഷൻ. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു സ്ട്രക്ചറൽ ജീനെ, അപ്പോൾ അവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ദ ഫംഗ്ഷനിങ് ഓഫ് ഓപ്പറേറ്റർ ജീൻ ഇറ്റ്സെൽഫ് ഈസ് അണ്ടർ ദ റിമോട്ട് കൺട്രോൾ ഓഫ് റെഗുലേറ്റർ ജീൻ. ഞാൻ മാത്രമല്ല, ഈ ഓപ്പറേറ്റർ ജീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റെഗുലേറ്റർ ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. റിമോട്ട് കൺട്രോൾ ഓഫ് റെഗുലേറ്റർ ജീനാണ് റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ ഓപ്പറേറ്റർ ജീനെ. ഓക്കെ, സോ ഇറ്റ്സ് ഫാർ ഡിസ്റ്റൻറ്റ് ടു ദ എന്താണ് ഓപ്പറേറ്റർ ജീൻ. ഓപ്പറേറ്റർ ജീൻ ഒരുപാട് ദൂരെയാണ് ഇത് നിൽക്കുന്നത്. റെഗുലേറ്റർ ജീൻ കോഡ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. ഈ റെഗുലേറ്റർ ജീനാണ് എന്ത് ചെയ്യുന്നത്, റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്. കണ്ടോ, ട്രാൻസ്ക്രിപ്ഷൻ, അവിടെ നിന്ന് mRNA ഉണ്ടായി, ട്രാൻസ്ലേഷൻ നടന്നു, റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി. റിപ്രസർ പ്രോട്ടീൻ കോഡ് ചെയ്യുന്നത് ഈ റെഗുലേറ്റർ ജീനാണ്. ആൻഡ് ദിസ് പ്രോട്ടീൻ ഡയറക്ട്ലി റിപ്രസസ് ദ ഓപ്പറേറ്റർ ജീൻ ആൻഡ് ദെർബൈ ഇൻഡയറക്ട്ലി ഇൻഹിബിറ്റ്സ് ദ ആക്ഷൻ ഓഫ് സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ്. അപ്പോൾ ഒരു എൻസൈം ആവശ്യമില്ലെങ്കിൽ റിപ്രസർ ജീൻ, ഈ റെഗുലേറ്റർ ജീൻ എന്ത് ചെയ്യുന്നു, റിപ്രസറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്രസർ എന്ത് ചെയ്യുന്നു, അല്ല, എൻസൈം ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, റിപ്രസറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്രസർ എന്ത് ചെയ്യുന്നു, പക്ഷേ ഇൻഡ്യൂസർ എന്ത് ചെയ്യുന്നു, റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു, റിപ്രസർ ഇൻഡ്യൂസർ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട്. അപ്പോൾ എന്തുണ്ടാവും, ഇവിടെ ഓപ്പറേറ്ററിനെ ഒന്നും ഒരു പ്രശ്നം വരുന്നില്ല, ഓപ്പറേറ്ററിനെ കൺട്രോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തു. ഇനി എൻസൈം ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ ഇവിടെ റെഗുലേറ്റർ ജീൻ എന്തുണ്ടായി, റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി. റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, റിപ്രസറിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് റിപ്രസറിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടി കോംപ്ലക്സ് ഫോം ചെയ്യും. റിപ്രസർ കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് അത് പോയിട്ട് ഓപ്പറേറ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓപ്പറേറ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, റിപ്രസർ ഓപ്പറേറ്റർ കോംപ്ലക്സ് നടക്കും. അങ്ങനെ ഈ ഓപ്പറേറ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓപ്പറേറ്റർ പോയിട്ട് എന്ത് ചെയ്യും, സ്ട്രക്ചറൽ ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ അവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതാണ് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെഗുലേറ്റർ ജീൻ റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുണ്ട്. And this protein directly represses the operator gene and thereby indirectly inhibits the action of structural genes and production of enzymes. At the times when enzyme is not needed, enzyme ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, the regulator gene undergoes transcription and guides synthesis of the repressor. റിപ്രസറിൻ്റെ സിന്തസിസിനെ ഗൈഡ് ചെയ്യുന്നു. The repressor organ recognizes the operator gene. ഓപ്പറേറ്റർ ജീനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, binds with it and forms the repressor operator complex. ഇവിടെ ഓപ്പറേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്തല്ലോ, റിപ്രസർ ഓപ്പറേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്തു. This complexing ലോക്സ് ദ ഓപ്പറേറ്റർ ജീൻ ഇൻ ദ ഓഫ് പൊസിഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഓപ്പറേറ്റർ ജീനെ ഓഫ് പൊസിഷനിൽ എത്തിക്കുന്നു. സോ ഇറ്റ് ഫെയിൽസ് ടു ആക്ടിവേറ്റ് ദ സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ സ്ട്രക്ചറൽ ജീനെ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എന്തുണ്ടാവില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. റിപ്രഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ബൈ ബ്ലോക്കിംഗ് ദ RNA പോളിമറൈസ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ഓപ്പറേറ്റർ ഓവർ ദ പ്രൊമോട്ടർ. അപ്പോൾ എന്തുണ്ടാവും, ഓപ്പറേറ്റർ പോയിട്ട് പ്രൊമോട്ടറിൻ്റെ ഈ ഇവിടെ പ്രൊമോട്ടറിലാണ് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യണ ഈ പ്രൊമോട്ടറിൻ്റെ മുകളിൽ പോയിട്ട് ഓപ്പറേറ്റർ പോയിട്ട് കയറിയിരിക്കും, ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യില്ല, RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യില്ല. അങ്ങനെ
ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. റിപ്രസേഴ്സ് ആർ കാപ്പബിൾ ഓഫ് ബൈൻഡിങ് നോട്ട് ഓൺലി വിത്ത് ഓപ്പറേറ്റർ ബട്ട് ഓൾസോ വിത്ത് ഇൻഡ്യൂസേഴ്സ് ആൻഡ് കോ റിപ്രസേഴ്സ്. ഇവിടെ ഉണ്ടായ റിപ്രസറിന് എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവർക്ക് എന്താണ് ഓപ്പറേറ്ററിനായിട്ട് മാത്രമല്ല അവർക്ക് കോ റിപ്രസേഴ്സിനായിട്ടോ അല്ലെങ്കിൽ ഇൻഡ്യൂസേഴ്സിനായിട്ടോ ബൈൻഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദേ എക്സിസ്റ്റ് ഇൻ ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേറ്റ്സ്. ദേ ആർ ആക്റ്റീവ് വെൻ ദേ റിമെയിൻ ബൗണ്ട് വിത്ത് കോ റിപ്രസേഴ്സ്. ഈ റിപ്രസർ എപ്പോഴും ആക്റ്റീവ് ആവുക എപ്പോഴാണ്? ഇവിടെ ആക്റ്റീവാണ് അല്ലേ. അത് കോ റിപ്രസറിനെ ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവാണ്, ഇൻഡ്യൂസറിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ഇനാക്റ്റീവാണ്. ഓക്കെ, ഇനി അവർ തമ്മിൽ ബൈൻഡിങ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, വീക്ക് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കേട്ടോ. ഇനി റിപ്രസർ ഇൻഡ്യൂസർ കോംപ്ലക്സിങ് ആണെങ്കിൽ ഇവിടെ റിപ്രസർ ഇൻഡ്യൂസർ കോംപ്ലക്സിങ് ആണ് നടന്നത്. അപ്പോൾ എന്തുണ്ടായി? ഇറ്റ് കോസസ് കൺഫർമേഷണൽ ചേഞ്ചസ് ഇൻ ദ റിപ്രസറിൽ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടായി. ആസ് എ റിസൾട്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഓപ്പറേറ്ററിനായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഈ റിപ്രസറിന് ഇൻഡ്യൂസറിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പോയിട്ട് ഓപ്പറേറ്ററിനായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവും? ഇറ്റ് അൺലോക്സ് ബോത്ത് ദ ഓപ്പറേറ്റർ ആൻഡ് സ്ട്രക്ചറൽ ജീൻസ്. അപ്പോൾ ഈ ഓപ്പറേറ്റർ ജീനെയും സ്ട്രക്ചറൽ ജീനെയും അത് അൺലോക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ആക്റ്റീവായിട്ട് ഓപ്പറേറ്റർ ജീനും സ്ട്രക്ചറൽ ജീനും ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. ഓൺ ദ അതർ ഹാൻഡ് അത് റിപ്രസറും കോ റിപ്രസറും കൂടിയാണ് ബൈൻഡ് ചെയ്യണമെന്നുണ്ടാവുക. അത് അവിടെ ഓപ്പറേറ്റർ റിപ്രസർ കോംപ്ലക്സിങ് പോസിബിൾ ആവുന്നു. അങ്ങനെ റിപ്രസർ ഓപ്പറേറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അത് സ്ട്രക്ചറൽ ജീനിനെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നില്ല, സ്ട്രക്ചറൽ ജീനിനും പ്രൊമോട്ടർ ജീനിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല, എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു എൻസൈം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാണ് നടക്കുന്നത്, ഒരു എൻസൈം ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, സോ ദ പ്രൊമോട്ടർ ജീൻ ഈസ് കോണ്ടിഗ്യൂസ് വിത്ത് ദ ഓപ്പറേറ്റർ ജീൻ. ഓപ്പറേറ്റർ ജീനിന് അപ്പുറത്തായിട്ട് പ്രൊമോട്ടർ ജീൻ കാണാം. അവിടെയാണ് സിഗ്നൽ കോഡോൺ ഉള്ളത്. അവിടെയാണ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് RNA പോളിമറൈസ്. പ്രൊമോട്ടർ ജീനിലാണ് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യേണ്ടത്. And also it is the binding site of RNA polymerase and specifies where transcription of structural genes should actually begin. ഒരു ഓപ്പറോൺ എന്ന് പറയുന്നത് ഇറ്റ് ഫംഗ്ഷൻ ഫോർ റിപ്രസിങ് ആൻഡ് ഓൾസോ ഫോർ ഇൻഡ്യൂസിങ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും റിപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓപ്പറോൺ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ്ലി 2 കൈൻഡ് ഓപ്പറോൺസ് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ തന്നെ കണ്ടു 2 കൈൻഡ്സ് ഓഫ് ഓപ്പറോൺസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? ഇൻഡ്യൂസബിൾ ഓപ്പറോൺ. എന്താണ് ഇൻഡ്യൂസബിൾ ഓപ്പറോൺ? റിപ്രസിബിൾ ഓപ്പറോൺ. 2 ഓപ്പറോൺ ഉണ്ട്, മനസ്സിലായല്ലോ. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഡ്യൂസബിൾ ഓപ്പറോൺ എന്ന് പറയുമ്പോൾ എന്താണ്? റിപ്രസിബിൾ ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ഉണ്ട്, റിപ്രസിബിൾ ഓപ്പറോൺ ഉണ്ട്. റിപ്രസിബിൾ ഓപ്പറോൺ എന്ന് പറയുമ്പോൾ റിപ്രസർ പ്രോട്ടീൻ ഈസ് ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് ആയിരിക്കും. റിപ്രസർ പ്രോട്ടീൻ ആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ എന്താണ്? റിപ്രസർ കോ റിപ്രസർ കോംപ്ലക്സ് ഫോം ചെയ്യും, അത് ഓപ്പറേറ്ററിനായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യും, അത് സ്ട്രക്ചറൽ ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. ഓക്കെ, അത് അപ്പോൾ എന്താവും? ഒരു റിപ്രസിബിൾ ഓപ്പറോണിൽ എപ്പോഴും റിപ്രസർ കോ റിപ്രസറിനായിട്ടാവും ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇൻഡ്യൂസിബിൾ ഓപ്പറോണിൽ എന്തായിരിക്കും? ഇറ്റ് കണ്ടെയ്ൻ ജീൻസ് വിച്ച് എൻകോഡ് കാറ്റബോളിക് എൻസൈം. കാറ്റബോളിക് എൻസൈമിനെ എൻകോഡ് ചെയ്യാനുള്ള ജീൻസ് ആണ് ഉണ്ടാവുക. സോ എക്സ്പ്രഷൻ ഓഫ് ദീസ് ജീൻസ് ഇസ് കൺട്രോൾഡ് ബൈ സബ്സ്ട്രേറ്റ് ഓഫ് ദ കാറ്റബോളിക് പാത്വേ. സബ്സ്ട്രേറ്റ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എൻസൈം വേണം, സബ്സ്ട്രേറ്റിന് ഇതാവണമെങ്കിൽ, കൺവേർട്ട് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് എൻസൈം വേണം. അതുകൊണ്ട് തന്നെ അതാണ് കൺട്രോൾ ചെയ്യുന്നത്. എക്സ്പ്രഷൻ ഓഫ് ദീസ് ജീൻസ് ആർ കൺട്രോൾഡ് ബൈ സബ്സ്ട്രേറ്റ് ഓഫ് ദ കാറ്റബോളിക് പാത്വേ. ലാക്ടോസ് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ക് ഓപ്പറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ്യൂസിബിൾ ഓപ്പറോണിന് ഒരു എക്സാമ്പിളാണ്. ആൻഡ് ഇറ്റ് കോഡ്സ് ദ എൻസൈംസ് ദാറ്റ് ആർ നെസസറി ഫോർ ലാക്ടോസ് മെറ്റബോളിസം. ലാക്ടോസ് മെറ്റബോളിസത്തിന് ആവശ്യമായുള്ള എൻസൈംസിനാണ് എൻകോഡ് ചെയ്യുന്നത്. എന്ത്? ലാക്ടോസ് ഓപ്പറോണിൽ. ഓക്കെ, റിപ്രസിബിൾ ഓപ്പറോൺസ് കണ്ടെയ്ൻ ജീൻസ് വിച്ച് കോഡ് ഫോർ ബയോസിന്തറ്റിക് എൻസൈംസ്. റിപ്രസിബിൾ ഓപ്പറോൺ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ്? ജീൻസ് ആണ് വിച്ച് കോഡ് ഫോർ ബയോസിന്തറ്റിക് എൻസൈംസ് ആണ്. എക്സ്പ്രഷൻ ഓഫ് ദീസ് ജീൻസ് ഇസ് കൺട്രോൾഡ് ബൈ ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പാത്വേ. ഈ റിപ്രസിബിൾ ഓപ്പറോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് എൻഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് എൻഡ് പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് അവിടെ ഇല്ല, അപ്പോൾ എൻസൈം ആവശ്യമില്ല, ഒക്കെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എൻസൈം ഇനി ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റിപ്രസിബിൾ ഓപ്പറോണിൽ അവിടെ കൺട്രോൾ ചെയ്യുന്നത് എൻഡ് പ്രൊഡക്റ്റ് ആണ്, ആ പാത്വേത്തെ. അപ്പോൾ എന്താണ്? which may either repress the operon or control it by an alternative mechanism called transcription attenuation എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അറ്റനുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റെഗുലേറ്ററി മെക്കാനിസം ആണ് ബൈ വിച്ച് ദ ട്രാൻസ്ക്രിപ്ഷണൽ പൊട്ടൻഷ്യൽ ഓഫ് എൻ ഓപ്പറോൺ ഈസ് ട്രാൻസിഷണലി coupled to specific control genes of regions of mRNA. Functionally, it serves as a mechanism for regulating the expression of bacterial operons which code for the enzymes of amino acid biosynthesis. ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത് റിപ്രസിബിൾ ഓപ്പറോൺ എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ്? ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എക്സാമ്പിൾ ലാക്ക് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോൺ. റിപ്രസിബിൾ ഓപ്പറോൺ എക്സാമ്പിൾ ഏതാണ്? ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ അല്ലെങ്കിൽ ട്രിപ്പ് ഓപ്പറോൺ, TRP ഓപ്പറോൺ. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആയിട്ടുള്ള ലാക്ക് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോൺ ആണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് പറഞ്ഞത് ജീൻ ആക്ഷൻ്റെ റെഗുലേഷനാണ്. എങ്ങനെയാണ് ജീനിൻ്റെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ഓപ്പറോൺ കൺസെപ്റ്റ് പറഞ്ഞു. നമ്മൾ പ്രോകാരിയോട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ഓപ്പറോൺ കൺസെപ്റ്റ് പറഞ്ഞു എന്ന് മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ലാക്ടോസ് ഓപ്പറോൺ അല്ലെങ്കിൽ ലാക്ക് ഓപ്പറോൺ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ.
Thank you.